ഈ കാലത്ത് ആകെ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്. ആരെങ്കിലുമൊക്കെ എവിടെങ്കിലുമൊക്കെ ഈ പറഞ്ഞ തരത്തിലൊക്കെ പണമൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ കൊടുക്കാനൊക്കെ മനസ്സിലാലോചിച്ചാൽ തന്നെ അപ്പം ED എത്തും, അല്ലെ CBI എത്തും എന്ന് പറയുന്ന കാലത്താണ് ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന പ്രധാനമന്ത്രി ഈ തെരഞ്ഞെടുപ്പിൻ്റെ 4ാം ഘട്ടത്തിലേക്ക് പോകും മുമ്പ് എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു. ഉറ്റ ചങ്ങായിമാരെക്കുറിച്ച് അവരെ കള്ളപ്പണം കോൺഗ്രസിന് കൊടുത്തവരാക്കി ഒരു ഭാഗത്ത് മാറ്റുന്നു. കോൺഗ്രസ് തിരിച്ച് രാഹുൽ ഗാന്ധിയും ഒക്കെ തിരിച്ച് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇന്ത്യ മുന്നണി അതിനെ ശക്തമായി എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് എല്ലാവരും പറയുന്ന പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്, BJPയുടെ ആശങ്കയുണ്ട്, അതുകൊണ്ട് തന്നെ മാത്രമല്ല ഇനി വരാൻ പോകുന്ന 4ാം ഘട്ടമൊക്കെ വളരെ വളരെ ക്രൂഷ്യലാണ് BJPയെ സംബന്ധിച്ച്. അതുകൊണ്ട് മാക്സിമം സീറ്റുകൾ ഉറപ്പിച്ച് നിർത്തണമെങ്കിൽ കൈവിട്ട് കളിച്ചേ മതിയാകൂ എന്നൊരവസ്ഥയിലേക്ക് മോദി എത്തപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ പ്രതിഫലനമാണോ ഇപ്പോൾ കാണുന്നത്? എന്താണ് സംഭവിക്കുന്നത്? തീർച്ചയായും ആശങ്കയുണ്ടായിട്ടുണ്ടെന്ന കാര്യം സംശയമില്ല. അതിൽ ഒന്നാമത്തെ കാരണം ഈ പറയുന്ന പോളിംഗ് ശതമാനം കുറഞ്ഞത് തന്നെയാണ്. പക്ഷേ പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ശേഷം BJP എടുത്ത ആയുധങ്ങൾ നോക്കൂ. അത് 1ാം ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ BJP പല ആയുധങ്ങൾ പുറത്തെടുക്കുന്നു. അവിടെയാണ് BJP ഏറ്റവും ഒടുവിൽ താലി ചെയിൻ പറിച്ചു കൊണ്ടുപോകുമെന്നുള്ള ഒരു പ്രഖ്യാപനം വരെ നടത്തിയത്. അതിന് പിന്നിൽ മറ്റൊരു കാരണമുണ്ടെന്ന് ഞാൻ കാണുന്നു. അതായത് BJPക്ക് വോട്ട് ശതമാനം കുറഞ്ഞതിനേക്കാൾ വലിയ ആശങ്ക ഈ വോട്ട് ശതമാനം കുറഞ്ഞതിൽ തന്നെ സ്ത്രീ വോട്ടുകളുടെ എണ്ണം കുറഞ്ഞു എന്നുള്ളതാണ്. BJPയുടെ ഏറ്റവും വലിയ എക്കാലത്തെയും മോദിയുടെ ഏറ്റവും വലിയൊരു വോട്ട് ചങ്ക് എന്ന് പറയുന്നത് സ്ത്രീ വോട്ടർമാരായിരുന്നു. അവർ മോദിക്ക് അനുകൂലമായി വന്ന് വോട്ട് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു BJPക്ക് എല്ലാ കാലത്തും ഒരു ആശ്വാസമായിരുന്ന കാര്യം. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന വോട്ടിംഗ് ശതമാനം കുറഞ്ഞു എന്ന് മാത്രമല്ല, ആ കുറഞ്ഞതിൽ തന്നെ സ്ത്രീ വോട്ടർമാരുടെ ശതമാനം ഏതാണ്ട് ഒരു 2% ഈ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ കാണിക്കുന്നത്. ഇതാണ് BJP ഏറ്റവും വലിയ ആശങ്കയിലാക്കിയിരിക്കുന്നത്. BJP തെരഞ്ഞെടുപ്പിന് മുമ്പ് വ്യക്തമായി നാരി ശക്തി, അതോടൊപ്പം തന്നെ ബേട്ടി പഠാവോ ബേട്ടി ബച്ചാവോ തുടങ്ങിയിട്ടുള്ള വലിയ മുദ്രാവാക്യങ്ങൾ കൊണ്ടുവന്നു. BJPക്ക് ആദ്യമേ തന്നെ അറിയാമായിരുന്നു ഈ പറയുന്ന രാമക്ഷേത്രത്തെക്കാൾ കൂടുതൽ ചിലവാകാൻ പോകുന്നത് ഇത്തരം ഒരു പ്രയോഗങ്ങളാണ് എന്നുള്ളത് കണ്ടു തന്നെയാണ് BJP ഇക്കാര്യങ്ങളെല്ലാം ചെയ്തത്. പക്ഷേ അതൊന്നും ഏശിയില്ല എന്നുള്ള പ്രതിസന്ധിയിലാണ് BJP ഇപ്പോൾ നിൽക്കുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കാരണം ഈ തോൽവിയെല്ലാം തന്നെ, അല്ലെങ്കിൽ ഈ പറയുന്ന വീഴ്ചകളെല്ലാം തന്നെ നേരിട്ട് എത്തിപ്പെടുക അദ്ദേഹത്തിലാണ്. അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും BJPയുടെ പ്രധാന പ്രചാരകൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2014 മോദി വരുമ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസിൻ്റെ ബദൽ എന്ന രീതിയായിരുന്നു മോദിയെ അവതരിപ്പിച്ചിരുന്നത്. അന്ന് മോദി കൊണ്ടുവന്ന പ്രയോഗങ്ങൾ അന്ന് മോദി ആയിരുന്നില്ല, പക്ഷേ മോദിയുടെ നയങ്ങൾ ആയിരുന്നു. അന്നാണ് ഈ സബ്കാ വികാസ്, സബ്കാ സാത്ത് സബ്കാ വികാസ് തുടങ്ങിയ വിഷയങ്ങൾ കൊണ്ടുവന്ന് മോദി വലിയ പ്രചാരണം ഉണ്ടാക്കിയത്. 2019 മോദി ഒരു യുഗപുരുഷൻ, അല്ലെങ്കിൽ മോദി ഒരു അനിഷേധ്യ നേതാവ്, ശക്തനായ നേതാവ് എന്ന തലത്തിലേക്ക് BJP കാര്യങ്ങൾ മാറ്റിയിരുന്നു. പ്രത്യേകിച്ച് പുൽവാമ ആക്രമണം, ആ ആക്രമണം സാധാരണഗതിയിൽ BJPക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കേണ്ട ആക്രമണമായിരുന്നു. കാരണം 40 സൈനികരാണ് അവിടെ കൊല്ലപ്പെട്ടത്, 40 CRPF ജവാന്മാരാണ് വീരമൃത്യു വരിച്ചത് ആ ആക്രമണത്തിൽ. പക്ഷേ അത് ആയുധമാക്കി പാകിസ്ഥാനെ ആക്രമിച്ച് പുൽവാമ ബാലാക്കോട്ട് ആക്രമണത്തിൻ്റെ പേരിൽ 2019 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ മോദി വലിയ കരുത്തനായ നേതാവായിരുന്നു. ആ തലത്തിൽ കൊണ്ടുപോവുകയും BJPക്ക് വലിയ തോതിൽ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു. പക്ഷേ 2024 വന്നപ്പോൾ മോദിക്ക് ഇത്തരത്തിൽ യാതൊരു പ്രതിച്ഛായയും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. രാമക്ഷേത്രമായിരുന്നു നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ ആയുധമായി BJP കരുതി വെച്ചിരുന്നതെങ്കിൽ അത് ഏൽക്കാതെ പോയി എന്നുള്ളതാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല, വടക്കേ ഇന്ത്യയിലും ഇത് ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമായി ഉയർന്നു വന്നില്ല എന്നുള്ളത് BJPയെ അവിടെ നിന്നാണ് BJP മാറി ചിന്തിക്കുകയും ഈ പറഞ്ഞ പോലെ അയോധ്യ ക്ഷേത്രത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ അല്ലെങ്കിൽ ഇന്ത്യ അവിടെയാണ് ഈ പറയുന്ന മോദി ഗ്യാരണ്ടി എല്ലാം വന്നത്. പക്ഷേ മോദി ഗ്യാരണ്ടി ഒന്നും ഏൽക്കാതെ പോയപ്പോൾ തിരിച്ച് മടങ്ങേണ്ടി വന്നു. ആ മടങ്ങേണ്ടി വന്നപ്പോൾ ഈ സ്ത്രീ വോട്ടർമാരുടെ കുറവ് കണ്ടതുകൊണ്ടാണ് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പരമ്പരാഗത സ്വത്ത്, സ്വർണം, താലി, ഇതിലേക്കെല്ലാം BJP പോയത്. പിന്നെ അതിലെ തന്നെ ഈ പുതിയ എപ്പിസോഡിന്റെ കഥയിൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെയും പ്രതിപക്ഷ പാർട്ടികളുടെയും ഈ കാലമത്രയും 2014 തൊട്ട് 2024 വരെയുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും വലിയ പാളിച്ചയായിരുന്നത് അവരുടെ സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. BJP നടത്തുന്ന പോലെ സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെൻറ്റ് നടത്താൻ ഈ പറയുന്ന പ്രതിപക്ഷത്തിൽ ഒരു പാർട്ടികൾക്കും, കോൺഗ്രസിനായാലും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് വാസ്തവമായിരുന്നു. അവിടെയാണ് പപ്പു പ്രയോഗമെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ സോഷ്യൽ മീഡിയയെ പ്രതിപക്ഷം വളരെ ഗംഭീരമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ സോഷ്യൽ മീഡിയ കടന്നു ചെന്ന് കഴിഞ്ഞാൽ മോദിക്കെതിരെയുള്ള പറയുമ്പോൾ ദേശീയ തലത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഗോദി മീഡിയയായി മാറുമ്പോൾ ഇപ്പോൾ തന്നെ ചില വാർത്തകൾ ആ നിലയിൽ നിൽക്കുന്ന ചില മാധ്യമങ്ങളുടെ തലപ്പത്ത് തന്നെ വലിയ അഴിച്ചുപണി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു.
അതിനൊക്കെ അപ്പുറം സ്വതന്ത്രമായി ഈ പറഞ്ഞ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വലിയ പ്രചാരണവും ഇടപെടലും തൊഴിലില്ലായ്മയെക്കുറിച്ചും അത് സംബന്ധിച്ചും പല തരത്തിലേക്കൊക്കെയുള്ള ഇടപെടൽ വന്നതുമൊക്കെ ഒരു തരത്തിലും മോദിയോ BJPയോ പ്രതീക്ഷിക്കാത്ത വിധമുള്ളൊരു സ്വാഭാവികമായ പ്രതികരണമായിരുന്നു. അതുകൂടി പ്രതിപക്ഷത്തിന് ഊർജ്ജമായി മാറുകയല്ലേ? പ്രതിപക്ഷത്തിന്റെ സമൂഹ മാധ്യമ ഇടപെടലിനും അപ്പുറം അവരെ പോലും അമ്പരപ്പിക്കുന്ന വിധത്തിലേക്ക് ഉയർന്നു വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, അവിടെയും ഈ കൺവെൻഷണൽ മീഡിയയെ മോദി ആദ്യം ചെയ്തത് മീഡിയ നടത്തിപ്പുകാരെയും മീഡിയയിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു മോദി ആദ്യം ചെയ്തത്. അത് ചെയ്തുകൊണ്ട് ഗോദി മീഡിയയിലൂടെ സ്പോൺസേഡ് ഇന്റർവ്യൂസ് എന്ന നിലയിൽ വന്നപ്പോൾ അവിടെയാണ് സോഷ്യൽ മീഡിയ സ്വന്തം നിലയ്ക്ക് സോഷ്യൽ മീഡിയ ഉയർന്നു വരികയും ആ സോഷ്യൽ മീഡിയ വളരെ ഭംഗിയായി ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഉപയോഗിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അവിടെയാണ് കാലങ്ങളായി രാഹുൽ ഗാന്ധി 2009 മുതൽ അദാനിക്കെതിരെ പറയുന്നുണ്ട്. പക്ഷേ മോദി കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്? രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ സംസാരിക്കുന്നേ ഇല്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ കള്ളം പറയുക, ആ കള്ളങ്ങളെല്ലാം തന്നെ അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരികയും അതിന് മറുപടി ഉണ്ടാകുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ അദാനിയെയും അംബാനിയെയും വെളുപ്പിക്കാൻ വെള്ളപൂശാനാകില്ല എന്നൊരു ഘട്ടത്തിലേക്ക് മോദി എത്തുന്നു. കാരണം ഈ രാജ്യം മോദി ഭരിക്കുന്നത് അംബാനിക്കും എന്നാ പിന്നെ ഇത് ഞങ്ങളുടെ കൂട്ടുകാരല്ല. അതല്ല ഞങ്ങൾ മാത്രമല്ല, അവരിൽ നിന്നും ഈ പറയുന്ന മറുഭാഗവും ഇവരുടെ സഹയാത്രികരാണ് എന്ന് വരുത്തിയെടുക്കണം. കാരണം ഇനി ഒരു കാലത്തും ഒരു കാരണവശാലും മോദിയെയും അംബാനിയെയും അദാനിയെയും ഒന്നും വെള്ളപൂശാനാകില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്നവരും അവരിൽ നിന്ന് കാശ് വാങ്ങുന്നു എന്ന് പറഞ്ഞുള്ള അവരിൽ കെട്ടുകണക്കിന് കാശ് കൊടുക്കുന്നു, ട്രക്ക് കണക്കിന് കാശ് കൊടുക്കുന്നു, ടെമ്പോയിൽ കാശ് എത്തിക്കുന്നു, കള്ളപ്പണം എത്തിക്കുന്നു തുടങ്ങിയ ആരോപണം ഉന്നയിക്കുകയാണ്. പക്ഷേ അവിടെയും മോദി മനസ്സിലാക്കാതെ പോകുന്നത്, അല്ലെങ്കിൽ BJPയുടെ ക്യാമ്പയിനേഴ്സ് മനസ്സിലാക്കാതെ പോകുന്നത്, ഇത് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ പൊളിച്ച് അടുക്കുകയാണ്. രാഹുൽ ഗാന്ധി തൊട്ട് തലേ ദിവസം രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ അപ്പോൾ തന്നെ ഇതിൻ്റെ ഭാഗമായി വരികയാണ്. ഈ സോഷ്യൽ മീഡിയയുടെ വരവാണ് ഇത്തവണ BJPയെ ഒരു അല്പം കൂടി ആശങ്ക